ഓക്കെ, ഞാൻ കാര്യം പറഞ്ഞു. ഈ സംഭവത്തിൽ ഞാനും തെറ്റുകാരനാണ്, ഞാനും ഇതിലുണ്ട്. ഡബ്ബഡ് പോടാ മൊണ്ണെ. 3 ആൾക്കാർ വന്നിട്ട് സൈഡിൽ നിന്ന് വളർന്നു വിടുന്നു വർത്താനം പറയുന്നത്. ബുദ്ധി ഉണ്ടെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് കേൾക്കടാ മൊണ്ണെ. ഓക്കെ, ഞാൻ കാര്യം പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കുവൈത്തിൽ നിന്ന് വന്ന സമയത്ത് ഇപ്പം ഡബിൾ ഇടും, എനിക്കറിയാം. ഞാൻ കുവൈത്തിൽ നിന്ന് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവൻ മുടി വെട്ടി നിൽക്കുക. ആ സമയത്താണ് അത് കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഇവൻ ഗ്യാങ് തുടങ്ങുന്നത്. മനസ്സിലായോ? ആ സമയത്ത് ഇവൻ നല്ല ഇതടിയാ, മെത്തടിയാ. അപ്പോൾ ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ അനക്കും ഇവൻ തന്നിട്ടുണ്ട്, മമ്മൂനും കൊടുത്തിട്ടുണ്ട്. മമ്മൂൻ വന്നിട്ട് പറയും, മമ്മൂന് കൊടുത്തിട്ടുണ്ട്, ഇവൻ എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. റാംബോ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, റാംബോ അത് തൊട്ടിട്ടില്ല. ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറയാലോ. റാംബോ യൂസ് ചെയ്തിട്ടില്ല, റാംബോ അത് തൊട്ടിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പോലും റാംബോ യൂസ് ചെയ്തില്ല. ഈ പറഞ്ഞ പോലെ ഇവൻ ഈ സാധനം ഒസാക്കി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. നിങ്ങൾക്ക് അറിയുണ്ടാവും. ഈ പറഞ്ഞ പോലെ MDMA കേസിൽ ന്യൂസിലെല്ലാം വന്നൊരു സംഭവമാണ്. ന്യൂസ് 24 ഏതിലെല്ലാം വന്നൊരു സംഭവമുണ്ട്. അങ്ങനെയാണ് അവൻ്റെ ബ്ലാക്ക് ഫോർച്യൂണർ പിടിക്കുന്നത്. അങ്ങനെയാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് ആ വണ്ടി ഇപ്പോൾ ഇല്ലാത്തത്. ഇപ്പോൾ മറ്റേ ഇവിടെ സ്റ്റേഷനിലുണ്ട്, നേവി ഗാർഡ് സ്റ്റേഷനിലുണ്ട്, കളമശ്ശേരിയോ ഏതോ ഒരു സ്റ്റേഷനിലുണ്ട്. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൂഫ് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ വണ്ടി പിടിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പെണ്ണുപിടി ഇതടി, ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇപ്പോൾ ഇവൻ തന്നെ പറഞ്ഞല്ലോ, റാംബോ തന്നെ പറഞ്ഞല്ലോ, ഫെയിം ആ ടൈം അത്രയും ഫെയിമാണ്. കാരണം ഈ മുടി വെട്ടി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ഫെയിമാണ്. അപ്പോൾ ഈ മുടി വെട്ടി നിൽക്കുന്ന സമയത്ത് ഈ ഫെയിം ഉള്ളതുകൊണ്ട് ഇവൻ എവിടെ പോയാലും ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റേ ക്യൂൻസ് വേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവൻ്റെ ബ്ലാക്ക് ഫോർച്യൂണറിൽ ഞാൻ, നിയാദ്, റാംബോ, പിന്നെ ഫാസിൽ പാച്ചു ആണോ ഒസാക്കിയാണോന്ന് അറിയില്ല, വേറൊരാളും കൂടി ഉണ്ട്. നമ്മളെല്ലാവരും കൂടി പ്രൂഫ് ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള പ്രൂഫെല്ലാം ഉണ്ടാ, വെയിറ്റ് ചെയ്യും, അതെല്ലാം കാണിച്ചിട്ട് ഇതെല്ലാം വിശ്വസിച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം മോനോടി എടുത്ത് കാണാം, അപ്പോൾ മോനിലെ വിശ്വാസം വരും. അങ്ങനെ നമ്മൾ ക്യൂൻസ് വരെ പോയി. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അവിടെ നമ്മൾ വണ്ടി കാണുമ്പോൾ കാണുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരും. അങ്ങനെ 2 പെൺപിള്ളേർ വന്നു, ലക്ഷദ്വീപിലുള്ള പെണ്ണ്. ഒന്നിന് 18 ആയില്ല, ഒന്നിന് 19 എന്തോ വയസ്സാണ്. ഒന്ന് കാണാൻ കുറച്ച് എന്താ പറയുക, ചെറുതാ. ഈ പറഞ്ഞ പോലെ 18 ആകത്തോണ്ടുള്ള അതിൻ്റെ ഇതും വെളുത്ത് അങ്ങനെയാണ്. അപ്പോൾ 2 ഗേൾസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു പ്രൂഫ്, ഇതെല്ലാം ഞാൻ എങ്ങനെയാടാ പ്രൂഫ് എടുക്കാം? ഈ പറഞ്ഞ ഇതിപ്പോൾ ഓൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് കേൾക്കാമല്ലോ, ആണെന്ന് ഉറപ്പാ. എന്നാൽ നീ കാണിക്കും, എന്നാൽ നീ ഇത് തെളിയിക്ക്. ഞാൻ ഈ പരിപാടി നിർത്തി ഞാൻ പോകുന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യും. മനസ്സിലായി? ആത്മഹത്യ ചെയ്യുക, അല്ലാണ്ട് വെറുതെ വർത്താനം പറഞ്ഞിട്ട് പോകാൻ വന്നല്ല. ഈ പറഞ്ഞ പോലെ അങ്ങനെ ആ പെമ്പിള്ളേരെയും കൂട്ടി നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അടുത്തേക്ക് പോയി. പെട്രോൾ പമ്പിൻ്റെ അടുത്തുനിന്ന് ഇവൻ പറഞ്ഞു അങ്ങോട്ടേക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. പമ്പിൻ്റെ അടുത്ത് പോയി. പമ്പിൻ്റെ അടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവൻ ഇൻസ്റ്റ ഐ ഡി വാങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് മെസ്സേജ് അയച്ചു, ഇതാക്കി. ഒരു പെണ്ണിനെ ഞാനും എടുക്കാം, ഒരു പെണ്ണിനെ ഓനും എടുക്കാം. ഞാൻ പുണ്യാണെന്നല്ല, ഉള്ള കാര്യം പറയാലോ. ഒരു പെണ്ണിനെ ഞാൻ എടുക്കാമെന്നും ഒരു പെണ്ണിനെ എടുക്കാമെന്ന് വെച്ചാൽ സെറ്റാക്കാന്നുള്ളത്, പ്രണയിക്കാന്നുള്ള രീതിയിൽ. പക്ഷെ ഇവൻ പ്രണയം നടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇവൻ്റെ പരിപാടി ചെയ്യുമ്പോൾ പോകുന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആക്കി. ആ ടൈം നമുക്ക് റിലേഷൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇതാക്കുന്നൊന്നല്ല, ഞാൻ എന്നെ ന്യായീകരിച്ച് വലിയ ഇതാക്കുന്നതല്ല. അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സെക്സ്വലി ഞാൻ ഒന്നും ചെയ്തില്ല, അത് ഞാൻ ഉറപ്പ് പറയാം. അങ്ങനെ ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് വളച്ചു. അവർ വീട്ടിലേക്ക് വന്നു. ഈ പറഞ്ഞ പോലെ അവർ ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവൻ ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി നമ്മളിത് യൂസ് ചെയ്തു. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയം. അപ്പോൾ എൻ്റെ കയ്യിൽ പെട്ടിയൊക്കെ റൂമിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തോ ഫേസ് ക്രീമോ എന്തോ സംഭവം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ചെറിയ പെണ്ണുണ്ടല്ലോ, ഇവന് ഇഷ്ടമായ ചെറിയ പെണ്ണ്, 18 പെണ്ണ്. ആ 18 പെണ്ണിനെ ഈ പറഞ്ഞ പോലെ ഈ 18 പെണ്ണ് എൻ്റെ കൂടെ റൂമിൽ ഒന്ന് ഞാൻ അത് കാണിച്ചു കൊടുത്ത് നമ്മളെന്തോ സംസാരിച്ചു. അതിവന് കൊണ്ടു. ഇവൻ്റെ ഈഗോ തട്ടി അതിവന് കൊണ്ടു. ആ കൊണ്ടതിൻ്റെ പേരിൽ എനിക്ക് ആ പെണ്ണിനെ കുറച്ച് ഇഷ്ടപ്പെടുകയും ചെയ്ത് ഞാൻ ഇവനോട് പറഞ്ഞു അത് ഇതാന്ന്. പക്ഷെ ഇവന് ആ പെണ്ണിനെ മോഹമുള്ളതുകൊണ്ട് ഇവൻ ചെയ്ത കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. ഇനി ഒന്ന് കേട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാവും. ഹെഡ്ഫോൺ വെച്ച് കേൾക്കും, അപ്പോൾ ആണോ അല്ലേ എന്ന് മനസ്സിലാവും. എങ്ങനെയാണ് ആ ചെറിയ സൗണ്ടിൻ്റെ ഇതുവരെ ആക്കാം. അവനും ആയിരിക്കുന്ന കുമ്മയും കൂടെ പോയാണ് പ്രൂഫ് ആണ് ഇത്. റാംബോന്റെ വോയിസ് ആണ് ഇത്. റാംബോ എന്ന് പറഞ്ഞ വ്യക്തിന്റെ വോയിസ് ആണ് അവന്റെ കൂടെ നടക്കുന്നത്. ചെറുതാ കാണാൻ ഭംഗിയ, ചെറിയ മുഖമൊക്കെ കളിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഡോറൊന്നും പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പോയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ
ഞാനും നിങ്ങളും കൂടെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവരും വെച്ചും കൂടെ റൂമിലായിരുന്നു. മനസ്സിലായോ? അന്ന് ഇവന് അത്രയും കേട്ടായി, അത്രയും ഇവന് കേട്ടായി. ഈ നെച്ചിയെ വേണമെങ്കിൽ നിയാദിന് ആ സമയത്തും കിട്ടും, ഈ സുഖിയെ വേണമെങ്കിൽ കിട്ടും. കാരണം ഇപ്പോൾ ഉള്ളതിന് ഇപ്പം ഇത് എഡിറ്റഡ് ആണോ? ആ, ഇതിൽ എഡിറ്റ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സബ് ടൈറ്റിൽ കൊടുത്തത്. മനസ്സിലായോ? നിങ്ങൾക്കെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മുടി വെട്ടിയിട്ടുള്ള നിയാദ്, മനസ്സിലായോ? മുടി വെട്ടിയിട്ടുള്ള നിയാദ്. ഇതെല്ലാം ഓൻ്റെ കൂടുതലുള്ള ആൾ പറയുന്നതാ. ഓൻ്റെ റാംബോ, ഇത് റാംബോൻ്റെ വോയിസ് എല്ലാം റാംബോ പറയട്ടെ വന്നിട്ട്. അപ്പം ബാക്കി ഞാൻ അപ്പം കാണിക്കാം. ഞാൻ പറഞ്ഞ ഞാൻ എല്ലാം കാണിക്കൂലേ, ഞാൻ 40% ഞാൻ കാണിക്കും. ബാക്കി ഇവന്മാർ വന്ന് വെളുപ്പിക്കട്ടെ, അപ്പം ഞാൻ ബാക്കി കാണിച്ചു കൊടുക്കാം. ഷമീർ സെറ്റ് ചെയ്ത് ഈ ദേഷ്യത്തിൽ ഇവന്റെ മൈൻഡിനെ അറിയിച്ചു. ഈ ദേഷ്യത്തിൽ ഇവന്റെ അടുത്തുനിന്ന് ഷുബീവ തിരിച്ചു പിടിച്ചു. ബിയമ്മി കയറ്റി ഷമീറിന്റെ ഫ്രണ്ടിൽ കൂടെ കൊണ്ട് ഷമീർ പറഞ്ഞു ഞാനും പറഞ്ഞത് നീ എവിടെ പറഞ്ഞു അവിടെ കുണ്ടച്ചു കൊണ്ട് ഷമീറിന്റെ ഫ്രണ്ടിൽ കൂടെ അവളെ കൊണ്ട്. അന്ന് ഷമീർ അടിച്ച ഡിപ്രഷൻ, ഞാൻ ഷമീർ മാത്രമല്ല, അന്ന് ഷമീർ അടിച്ച ഡിപ്രഷൻ. ബിയമ്മി കയറ്റി കൊണ്ടുപോയി 2-3 മണിക്കൂർ. മനസ്സിലായ? നീ ഇവനെ ഇതാക്കാൻ വേണ്ടി കൊണ്ടുപോയി കിസ്സൊക്കെ അടിച്ച് പിടിയൊക്കെ പിടിച്ച് അവൻ പറഞ്ഞു എല്ലാം ചെയ്തിട്ട്. എന്നിട്ട് ഇവൻ അടുത്ത ദിവസം ഇവന്റെ എക്സ്ട്രീം മൈൻഡ് നീ ആലോചിച്ചു. അടുത്ത ദിവസം ഇവ ഇവിടെ ഒഴിവാക്കി. തൊട്ടടുത്ത ദിവസം സുബി ഈ ഓഡിയോ എങ്ങനെ കിട്ടി? ഈ ഓഡിയോ അസ്പാക്ക് റെക്കോർഡ് ചെയ്താ. അസ്പാക്കിന്റെ വോയിസ് ഇതിൻ്റെ ഇടക്ക് പുതിയ മനസ്സിലാവും. വണ്ടി കയറ്റി ഷമീറിനെ ഇറക്കി കൊണ്ടുപോയി. 18 വയസ്സ് തികയാത്ത പെണ്ണിനെ പിടിച്ച് പണിയ കാര്യമാണ് നീ പറയുന്നത്. അടുത്ത ദിവസം നീയാത് സുബീർ ഒഴിവാക്കി. അപ്പം എന്തോന്നു പിന്നെ ഷമീറിനെ അവളെ വേണം. എന്നിട്ട് അടുത്ത ദിവസം നീയാത് അവളെ ഒഴിവാക്കി. ഇനി വേണമെങ്കിൽ നീ എടുത്തു, പിന്നെ ഷമീറിനെ വേണം. ആ രീതിയിൽ നീയാത് പല വെച്ച് ചെയ്ത് വെക്കുന്നതാണ്. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് പറയാം, ഈ ഒരു കേസിൽ പല രീതിയിൽ ഞാൻ പറയും. ഓക്കെ, എ എന്ന് പറയുന്ന ആള് അങ്ങനെ വിശ്വസിക്കേ. മനസ്സിലായോ? ഇത് ഓരോന്നിനും നമ്മൾ ഈ സബ് ടൈറ്റിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇടുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. വൈ റെക്കോർഡഡ് അവിടെ നടക്കുന്ന എന്തെല്ലാം നിങ്ങൾ അറിയണ്ടേ? ഓങ്ങൾക്ക് പലതും റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അത്